പ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഒറ്റ വാക്ക് കൂടി പറയുന്ന അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീന അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. മുത്തഖീങ്ങൾക്കുള്ള, മുഹ്തദീങ്ങൾക്കുള്ള, മുഅ്മിനീങ്ങൾക്കുള്ള ഒന്നാമത്തെ അടയാളമുണ്ട്. അതെന്താ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. മറഞ്ഞ കാര്യം വിശ്വസിക്കണം. മറഞ്ഞത് വിശ്വസിക്കുന്നവർക്ക് മുസ്ലിമാവാൻ പറ്റോ, മുഅ്മിനാവാൻ പറ്റോ, മുഹ്തദിയാവാൻ പറ്റോ? ഇസ്ലാമിലൊക്കെയും മറഞ്ഞ കാര്യങ്ങളാ. അള്ളാഹു മറഞ്ഞതാ, മലക്കുകൾ മറഞ്ഞതാ, എല്ലാം മറഞ്ഞ കാര്യങ്ങളാ നമുക്ക് വിശ്വസിക്കാനുള്ളത്. മറഞ്ഞ കാര്യം വിശ്വസിക്കാത്തവന് ഇസ്ലാം ഇല്ല, അവന് ഖുർആൻ ഉപകരിക്കൂല, അവന് ഹിദായത്ത് കിട്ടൂല. മറഞ്ഞ കാര്യം ഒന്നാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സർവാധിനാഥനായ അല്ലാഹ്, അരൂപിയായ അല്ലാഹ്, സ്ഥലകാലമില്ലാത്ത അല്ലാഹ്, തുടക്കമില്ലാത്ത അല്ലാഹ്, അവസാനമില്ലാത്ത അല്ലാഹ്, മാറ്റങ്ങളില്ലാത്ത അല്ലാഹ്, അങ്ങനത്തെ ഒരു അല്ലാഹനെ നമ്മൾ വിശ്വസിക്കുന്നു. അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കണ്ടെത്താൻ പറ്റും. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ശരിയായ രൂപത്തിൽ ചിന്തിച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലെ സൃഷ്ടാവായ റബ്ബുണ്ടെന്നും ആ റബ്ബിൻ്റെ 41 സിഫത്തുകളും അഖ്ലു കൊണ്ട്, ബുദ്ധി കൊണ്ട് സമർത്ഥിക്കാൻ കഴിയും എന്നല്ല. അങ്ങനെ അഖ്ലു കൊണ്ട് സമർത്ഥിക്കാൻ കഴിഞ്ഞെങ്കിലേ അവൻ കുറ്റമറ്റ മോമിനാവുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ അയിമ്മത്ത് രേഖപ്പെടുത്തിയത് ഇഅ്തിഖാദിൽ തഖ്ലീദ് പറ്റുകയില്ല. മറ്റൊരാൾ പറഞ്ഞതുകൊണ്ട് വിശ്വസിച്ചതാ, ഉസ്താദ് പറഞ്ഞതുകൊണ്ട് വിശ്വസിച്ചതാ, അല്ലെങ്കിൽ ആലിമീങ്ങൾ പറഞ്ഞതുകൊണ്ട് വിശ്വസിച്ചതാ, അങ്ങനെ തഖ്ലീദ് കൊണ്ടുള്ള വിശ്വാസം ശരിയല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇമാം അബുൽ ഹസൻ അശ്അരി തങ്ങൾ ആ പക്ഷക്കാരനാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും ഏറ്റവും പ്രബലമായ വീക്ഷണം, മറ്റൊരാൾ പറഞ്ഞിട്ടാണെങ്കിലും വിശ്വാസം ശരിയാകും, പക്ഷേ പഠിക്കാത്തതിൻ്റെ പേരിൽ കുറ്റക്കാരനാ. അള്ളാഹുവിനെ പഠിക്കാത്തതിൻ്റെ പേരിൽ, അള്ളാഹു ഉണ്ടെന്നതിൻ്റെ തെളിവുകൾ പഠിക്കാത്തതിൻ്റെ പേരിൽ, അള്ളാഹ് തൗഹീദിൻ്റെ തെളിവുകൾ പഠിക്കാത്തതിൻ്റെ പേരിൽ, അള്ളാഹിൻ്റെ സിഫാത്തുകൾ പഠിക്കാത്തതിൻ്റെ പേരിൽ ഞാനും നിങ്ങളും കുറ്റക്കാരനാകും, ശിക്ഷിക്കപ്പെടും എന്നാണ് പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം. ജംഉൽ ജവാമിയിലെ അവസാനത്തിൽ പറഞ്ഞില്ലേ, വനുസിബ ഹാദൽ ഖൗലു ഇലൽ ഇമാമിൽ അശ്അരി. ഇമാം അബുൽ ഹസൻ അശ്അരി തങ്ങൾ ഈ അഭിപ്രായക്കാരനാണ്. തെറ്റതാ തെളിവുകൾ പറയാത്തതിൻ്റെ പേരിൽ, അള്ളാഹു ഉണ്ടെന്നതിൻ്റെ, അള്ളാഹു ഏകനാണെന്നതിൻ്റെ, അള്ളാഹ്ക്ക് ശരീരമില്ല എന്നതിൻ്റെ, അള്ളാഹ്ക്ക് തുടക്കമില്ല എന്നതിൻ്റെ, അള്ളാഹ്ക്ക് ഒടുക്കമില്ല എന്നതിൻ്റെ, അള്ളാഹിൻ്റെ സർവ്വസിഫത്തുകളെ കുറിച്ചുമുള്ള വിശ്വാസത്തിന് ബുദ്ധിപരമായിട്ട് തെളിവ് വേണം. ആ തെളിവ് പഠിച്ചില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരനാണ്. ഏതായിരുന്നാലും അത് ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റും. പക്ഷേ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള മറ്റൊരു പടപ്പ് മലക്കുകളോ. ഇന്ന് വരെ മലക്കുകളെ നമ്മൾ കണ്ടിട്ടില്ല, മലക്കുകളെ സംസാരം കേട്ടിട്ടില്ല, മലക്കുകളെ സ്പർശിച്ചിട്ടില്ല. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മലക്കുകളെ അറിയാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ 1,24,000 സ്വഹാബ, അല്ലെങ്കിൽ 1,44,000 സ്വഹാബ, അത്രയും സ്വഹാബികൾ തങ്ങളെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ സ്വഹാബികളിൽ നിന്ന് ഒരു സ്വഹാബി പോലും ഒരു മലക്കിനെ കണ്ടിട്ടില്ല, മലക്കിൻ്റെ രൂപത്തിൽ കണ്ടിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവിടുത്തെ മടിത്തട്ടിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ വന്ന് ഖുർആൻ ഇറക്കി കൊടുത്തിട്ടുണ്ട്, വഹി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആയിഷ ബീവി ജിബ്രീലിനെ കണ്ടിട്ടില്ല, ജിബ്രീലിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. ഖദീജ ബീവി മഹദി റളിയല്ലാഹു അൻഹ ഇരിക്കുന്ന സദസ്സിലേക്ക് ജിബ്രീൽ വന്നിട്ടുണ്ട് എന്ന് തങ്ങൾ പറയുന്നു. ഖദീജ ബീവിയോട് ജിബ്രീൽ വന്നുകൊണ്ട് സലാം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു യുക്രിഇകി സലാം ഖദീജ, നിങ്ങൾക്ക് പടച്ച റബ്ബ് സലാം പറയുന്നു. ജിബ്രീൽ വന്ന് പറഞ്ഞതാ,
ഈ ഉമ്മത്തിലെ ഏറ്റവും തികഞ്ഞൊരു പെണ്ണല്ലേ മഹദി ബീവി ഖദീജ. അത് മടക്കിയതെങ്ങനെയാ? വല്ലാത്ത വിവരമുള്ള പെണ്ണല്ലേ. അല്ലാഹു ഹുവസ്സലാം വമിൻഹുസ്സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കൃത്യമായി പഠിച്ചു വെച്ച ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിൻ്റെ സലാം മടക്കി. ഈ ഖദീജ ബീവിയും ജിബ്രീലിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, ശബ്ദം കേട്ടിട്ടില്ല, ഒരു സ്വഹാബിയും കണ്ടില്ല, ഒരു സ്വഹാബിയും കേട്ടില്ല. മറഞ്ഞവരാ. അള്ളാഹുവിൻ്റെ പടപ്പുകളിലോ ഏറ്റവും കൂടുതലുള്ളത് മലക്കുകളാ. ഈ ദുനിയാവിലേറ്റവും ന്യൂനപക്ഷം അത് മനുഷ്യരാ. മനുഷ്യരെക്കാൾ 10 ഇരട്ടി ഈ കരയിലുള്ള ജീവികളാ. മനുഷ്യരുൾപ്പെടെ, കരയിലുള്ള ജീവികൾ ഉൾപ്പെടെ അതിൻ്റെ 10 ഇരട്ടി കടലിലെ ജീവികളാ. കടലിലും കരയിലുമുള്ള ജീവികളുടെ 10 ഇരട്ടി ഒന്നാനാകാശത്ത് മലക്കുകളാ. അതിൻ്റെ 10 ഇരട്ടി രണ്ടാനാകാശത്തെ മലക്കുകളാ. ഇതൊക്കെ മുത്തുനബി പറഞ്ഞതാ, അതും മറഞ്ഞ കാര്യമാ. അള്ളാഹുവിൻ്റെ റസൂൽ വിശുദ്ധ ഖുർആൻ അങ്ങ് മാറ്റി നിർത്തിയാല് 30,000 അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ 30,000 അത്ഭുതങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചത് ഈ മറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാനാ. ഓർക്കൂ, ചന്ദ്രൻ തങ്ങൾ പിളർത്തി കാണിച്ചു തന്നില്ലയോ? ഈന്തപ്പനകളെ നടത്തിയിട്ട് കാണിച്ചു തന്നില്ലയോ? എല്ലാ വെള്ളിയാഴ്ചയും, ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇൻഷാ അല്ലാഹ് മറ്റന്നാളും നിങ്ങളെ ഖതീബ് ഉസ്താദ് പറയില്ലേ, അല്ലദീ സബ്ബഹ ഫീ യദിഹിൽ ഹസ്വാ വനബഅ മിൻ ബൈനി അസ്വാബിഹിൽ മാ. മുത്തുനബിൻ്റെ കൈവെള്ളയിൽ നിന്ന് ആദാ ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലി ആയിരക്കണക്കിന് ആളുകൾ അത് കേൾക്കുകയാ. അവിടുത്തെ കൈവിരലുകൾക്കിടയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് കുടിക്കാനും കുളിക്കാനുമുള്ള ബാരൽ കണക്കിന് ജലം പൊട്ടിപ്പുറപ്പെടുകയാ. ആയിരങ്ങൾ ദിക്സാക്ഷിയാ. ഇതൊക്കെ കാണിച്ചതെന്തിനാ? മുത്തുനബി പറയുന്ന സർവകാര്യങ്ങളും അത് കൃത്യമാണെന്ന് ബോധ്യപ്പെടുത്താനാ, വിശ്വസിപ്പിക്കാനാ. അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് 30,000 അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ഖുർആൻ മാറ്റി നിർത്തിയല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ അത്ഭുതം ഇസ്റാ. മിഅ്റാജിനേക്കാൾ വലിയ അത്ഭുതം അത് ഇസ്റാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് 1444 കിലോമീറ്റർ അകലെയുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് പോയി തിരിച്ചു വന്നതാ. ആ തിരിച്ചു വന്ന സമയത്ത് പോയ വഴിയിലുള്ള അത്ഭുതങ്ങൾ സ്വഹാബത്ത് ചോദിച്ചത്, അല്ലെ തൻ്റെ ശത്രുക്കൾ ചോദിച്ചത്, ആ പള്ളിയുടെ രൂപഭാവങ്ങൾ ചോദിച്ചത്, അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞതാ. അവർക്ക് കൃത്യമായി അത് ബോധ്യപ്പെട്ടതാ. ഇതുപോലത്തെ അത്ഭുതം വേറെയില്ല. ഈ അത്ഭുതങ്ങളൊക്കെ തന്നെ തങ്ങൾ പഠിപ്പിച്ചത് നമുക്ക് മറഞ്ഞ കാര്യം വിശ്വസിക്കാനാ. മറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാനാ. ആത്മാവിനെ വിശ്വസിക്കാനാ, മലക്കുകളെ വിശ്വസിക്കാനാ, ഖബറിൽ രക്ഷയുണ്ടെന്ന് വിശ്വസിക്കാനാ, ശിക്ഷയുണ്ടെന്ന് വിശ്വസിക്കാനാ, മശ്ശറയുണ്ടെന്ന് വിശ്വസിക്കാനാ, ഉയിർത്തെഴുന്നേൽപ്പുണ്ടെന്ന് വിശ്വസിക്കാനാ. ഞാൻ എൻ്റെ മക്കളോട്, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന പുനർജന്മം, എങ്ങനെയാണ് മനുഷ്യനെ അള്ളാഹു ഉയിർത്തെഴുന്നേൽപ്പിക്കുന്നത്
പറയുന്നത് എന്നറിയുമോ? നമ്മൾ അങ്ങനെ കേട്ടിട്ടല്ലേ ഉള്ളൂ. എന്താണ് ഇസ്ലാമിൻ്റെ വിശ്വാസം? എന്താണ് ഖുർആനിൻ്റെ വിശ്വാസം? എന്താണ് മുത്തുനബി പഠിപ്പിച്ച വിശ്വാസം? ഒരു മനുഷ്യൻ മരിച്ചാൽ അവനെ കൊണ്ടുപോയി കബറടക്കം ചെയ്താൽ ആ മണ്ണിൻ്റെ തോതനുസരിച്ച് പതിറ്റാണ്ടുകളെ കൊണ്ട് ജീർണിച്ച് അത് മണ്ണായി പോകും. മണ്ണ് മണ്ണോട് ചേർന്ന് പോകും. എല്ലുകൾ നുരുമ്പിപ്പോകും. അല്ലാ അല്ലാ, നുരുമ്പുകയില്ല, മണ്ണാവുകയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ശരീരം അത് അമ്പിയാക്കളുടേത് മാത്രമാ. ശുഹദാക്കളെ ശരീരം ജീർണിക്കുന്നതിന് വിരോധമില്ല, സാധ്യതയുണ്ട്. ഔലിയാക്കളുടേത് ജീർണിക്കുന്നതിന് സാധ്യതയുണ്ട്. അതേ, തീർച്ചയായിട്ടും ഒരിക്കലും ജീർണിക്കൂല, മണ്ണാകൂല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ശരീരം അമ്പിയാക്കളുടേത് മാത്രമാ. ഏതെങ്കിലും ഷഹീദിന്റെ ഖബർ മാന്തിയപ്പോ, ഖബർ പൊളിഞ്ഞപ്പോ, ഏതെങ്കിലും മഹാന്റെ ഖബർ പൊളിഞ്ഞപ്പോ അതിലതാ ശരീരമൊക്കെ ദ്രവിച്ചു എന്ന് കരുതി അയാൾ മഹാനല്ല, ഷഹീദല്ല, വലിയല്ല എന്ന് വരൂല. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പഠിക്കണം. അമ്പിയാക്കളെ ശരീരം ജീർണിക്കൂല, അല്ലാത്തതൊക്കെ ജീർണിക്കാൻ സാധ്യതയുണ്ട്, ജീർണിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. എല്ലാ മനുഷ്യന്മാരെ ശരീരവും ജീർണിച്ചാൽ അല്ലെങ്കിൽ കത്തിക്കരിച്ച് ചാരമാക്കിയാലും മനുഷ്യന്റെ ശരീരത്തിൽ ദ്രവിക്കാത്ത ചെറിയൊരു എല്ലുണ്ട്. അതിൻ്റെ പേര് അജ്ബുദ്ദനബ് എന്നാണ്, വാൽ കുറ്റി എന്നാണ്. ഒരു മനുഷ്യന് വാല് മുളക്കുകയാണെങ്കിൽ എവിടെയാണോ വാല് മുളക്കേണ്ടത് ആ സ്ഥലത്തുള്ള എല്ലിനാണ് വാൽ കുറ്റി എന്ന് പറയുന്നത്. അത് വളരെ ചെറുതാണ്, അത് ജീർണിക്കൂല, അത് ദ്രവിക്കൂല. അല്ലാത്തതൊക്കെ ദ്രവിക്കുമല്ലോ.